യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മെ ശുദ്ധീകരിക്കുന്ന വചനം, ഇത് ജീവൻ്റെ വചനം. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു, യേശു ഈ ഭൂമിയിൽ വന്നത് എനിക്ക് വേണ്ടിയാണ്, യേശു ക്രൂശിൽ മരിച്ചത് ഞാൻ മരിക്കേണ്ടതിന് പകരമായിട്ടാണ്, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശുവിൽ ഞാൻ കാണുന്നത്. യേശു ക്രൂശിൽ മരിച്ചത് നഷ്ടപ്പെട്ടു പോയ നിത്യജീവനിലേക്ക്, നഷ്ടപ്പെട്ടു പോയ ദൈവബന്ധത്തിലേക്ക് എന്നെ മടക്കി കൊണ്ടുവരാനാണ്. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിക്കുന്നു? നിങ്ങൾ ഇന്ന് പകൽ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്ര ശക്തിയുണ്ട് യേശുവിൻ്റെ രക്തത്തിന്. നിങ്ങളെ ശുദ്ധീകരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തമാണ്. പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ അത്രേ ദൈവം ഇന്ന് പകൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുന്നത്. അതെ, നിങ്ങൾ വിശുദ്ധരാണ്. നിങ്ങളെ വിശുദ്ധീകരിച്ചത് ദൈവമാണ്. നിങ്ങളെ വിശുദ്ധീകരിച്ചത് യേശുവിൻ്റെ രക്തമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ വിശുദ്ധരാണ്. വിശ്വാസത്താൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്നാൽ നിങ്ങളുടെ ശരീരം, ജഡം ഈ ദൈവവചന സത്യത്തോട് എതിർത്ത് നിൽക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ചില കുറവുകൾ ചൂണ്ടിക്കാണിച്ച് പിശാച് നീ അയോഗ്യനാണ് എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നിങ്ങൾ തിരിച്ചറിയുക, യേശു ക്രിസ്തു നമ്മുടെ പാപം മുഴുവനും ചുമന്നു. യേശു ക്രിസ്തു നമ്മുടെ മരണം ഏറ്റുവാങ്ങി. ഇനി നമ്മെ കുറ്റം വിധിക്കാൻ പിശാചിന് കഴിയില്ല. ഇനി നമ്മെ അയോഗ്യരാക്കാൻ പിശാചിന് കഴിയില്ല. പ്രിയപ്പെട്ടവരെ, പിശാചിൻ്റെ യുദ്ധക്കളം നിങ്ങളുടെ മനസ്സാണ്. അവൻ ചിന്തകളാലാണ് കോട്ടകൾ കെട്ടുന്നത്. ദൈവം നിങ്ങളെ വിശുദ്ധീകരിച്ചെങ്കിൽ നിങ്ങൾ അയോഗ്യരാണ്, നിങ്ങൾ അശുദ്ധരാണെന്ന് പറയാൻ ആർക്ക് കഴിയും? എന്നാൽ ഇന്ന് പകൽ അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവർ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ദൈവം എന്തിനാണ് നമ്മെ വിശുദ്ധീകരിച്ചത്? നാം അവൻ്റെ സന്നിധി നിഷ്കളങ്കരും വിശുദ്ധരും ആയി പ്രായോഗികമായി വെളിപ്പെടേണ്ടതിന് അവൻ്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകിയിരിക്കുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ വിശ്വസിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങളുടെ
ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകിയത് കൊണ്ട് നിങ്ങൾ ഈ പകൽ മുതൽ ആളുമാറുകയാണ്. വിശ്വസിക്കുക, നിങ്ങൾ യേശുവിനോട് കൂടെയാണ്. നിങ്ങളുടെ ജീവിതം മാറുകയാണ്. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകുമ്പോൾ തന്നെ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളെ പണിയുകയാണ്. അതെ, നിങ്ങൾ രൂപപ്പെടുകയാണ്. അവൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിച്ചത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നു. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.